കലിയിലെ പേഷ്യൻസ് ഒന്നുമില്ലാതെ പിരാന്തായോ? എന്താ ശമ്പളമൊന്നും കിട്ടുന്നില്ലേ? അതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാണ്. പലർക്കും പല മിഥ്യാധാരണകളാണ്. യൂട്യൂബിലോട്ട് അങ്ങോട്ട് കുറേ വീഡിയോ ഇടുമ്പോൾ പൈസ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പൈസക്ക് വേണ്ടി യൂട്യൂബ് ഞാൻ ഇട്ടിരുന്നത് എന്നോ ഞാനത് നിർത്തിയായിരുന്നു. ഒരു മാസം ഏറി വന്ന 400 രൂപ 450 രൂപയൊക്കെ, അപ്പം അതിലും കുറവാണ്. കാരണം റീൽസ് മാത്രമല്ല ഇപ്പോൾ പോകുന്നുള്ളൂ, അതിനാണെങ്കിൽ വേറെ പൈസയും കിട്ടില്ല. ഫേസ്ബുക്ക് ആണെങ്കിൽ എൻ്റെ 2 വർഷമായിട്ട് മോണിറ്റൈസേഷൻ കട്ടായി കിടക്കുകയാണ്. അത് ബ്ലോക്കായി ഓഫായി, അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും വരുമാനം കിട്ടി, എന്നിട്ടും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലർക്കൊക്കെ ധാരണയുണ്ട്, നിങ്ങൾക്ക് പേഷ്യൻ്റ് ഇല്ലാഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട്. പേഷ്യൻ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പേഷ്യൻറ്റിനെ നോക്കി റൂമിലേക്ക് പോണ വൈക്കലൊക്കെ കുറച്ച് കിട്ടുന്ന സമയമുണ്ടല്ലോ, ഒരു അര മിനിറ്റ് 1 മിനിറ്റൊക്കെ കിട്ടുന്ന സമയത്ത് ചുമ്മാ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് പേഷ്യൻസ് ഇല്ലാണ്ട് ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇങ്ങനെ റീൽസും ക്രിയേറ്റ് ചെയ്ത് നടക്കുകയല്ല ചെയ്യുന്നത്. ആ സഹോദരൻ എൻ്റെ ഒരു പോസ്റ്റിന് താഴെയാണ് കമൻറ്റ് ഇട്ടത്. ഞാൻ വെറുതെ റീൽസ് ഉണ്ടാക്കിയതാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ട് കേൾക്കുന്നു, അതിന് റിലാക്സ് ചെയ്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഒരു മയത്ത് എന്തോന്ന് കളിക്കുന്നു, ഇപ്പുറത്തെ സിസ്റ്റർ കൊണ്ടത് പിടിച്ചു തരാൻ പറഞ്ഞു. ആ മോളിൽ റൂമിലെത്തുമ്പോൾ അത് അപ്ലോഡ് ആവുന്നു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ മോളിലാണ് റൂമിലെത്തി ഒന്ന് ഭക്ഷണം കയ്യിൽ വെച്ചപ്പോൾ ഇപ്പുറത്തുനിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്, സാറേ ഇതാ പേഷ്യൻ്റ് വന്നു. തിരക്ക് പിടിച്ച സമ്മർദ്ദങ്ങൾ ജീവിച്ചൊരു ജീവിതമാണ് ഒരു ഡോക്ടറുടേത്. വളരെ സമ്മർദ്ദങ്ങളുള്ളതാണ്. കാരണം ഒരു ഡോക്ടറെ അടുത്തേ ആൾക്കാർ പെരുന്നാളും ഓണവും കൂടാനല്ല വരുന്നത്, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധിക്ക് സൊല്യൂഷൻ കണ്ടെത്താനാണ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? അത്രയേറെ പ്രതിസന്ധിയുമായിട്ട് വരുന്ന മനുഷ്യന്മാർ വരുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഈ പ്രതിസന്ധികളൊക്കെ നമ്മൾ തലയിലേറ്റ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒന്ന് ഹാപ്പി ആയിരിക്കാൻ സമയം കിട്ടൂല. അത്രയേറെ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് പറയുമോ ഓരോരുത്തർ. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം അപസ്മാരം പോലെ വന്ന ഒരാളുണ്ട്. കാരണം ജീവിതത്തിലുണ്ടായ മാനസിക സമ്മർദ്ദങ്ങളാണ് ആ പെൺകുട്ടി അതാക്കിയത്. ഇന്ന് രാവിലെ ഒരു കുട്ടി വന്നു. എന്താണ്? ഭയങ്കര ആങ്സൈറ്റിയാണ്, ഒരുപാട് ഭയമാണ്, എന്നോ നടന്നൊരു എവൻ്റ് ഓർത്തുള്ള ഭയമാണ്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഒരാളെ പ്രിയപ്പെട്ടവർ മരിച്ചു വരുന്ന സാഹചര്യങ്ങൾ, ഇത്രയും സമ്മർദ്ദങ്ങൾ നമ്മൾ തലയിലേറ്റിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ജീവിതത്തിൽ എത്ര ആയുസ് ഉണ്ടാവും? ഒരു 10-15 വർഷമെങ്കിലും സ്വന്തം പ്രൊഫഷൻ്റെ പേരിൽ ആയുസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തൊരു ലോകത്ത് നിന്ന് സന്തോഷം കണ്ടെത്തണം എന്നൊരു ഡോക്ടർ വിചാരിച്ചാൽ ആ ഡോക്ടർക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അത് സ്വന്തം ഉള്ളിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. പുറത്തെ സാഹചര്യം അതിനനുസരിച്ചാവണം എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ആ സന്തോഷവുമായിട്ട് പോകണം. കിട്ടുന്ന ഇടവേളകളിലൊക്കെ നമുക്ക് സന്തോഷിക്കണം. ലാഫ്റ്റർ യോഗയൊക്കെ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ചിലർ പറയും, എന്ത് ഡോക്ടറെ നിങ്ങൾ ഇങ്ങനെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കോമാളിത്തരമല്ല മനുഷ്യ ഇത്. ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനെ സന്തോഷിപ്പിക്കാനും സന്തോഷം കൊണ്ട് മനുഷ്യനെ ഹീൽ ചെയ്യാനും സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണത്. ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്ക് ചിലർ പറയും, ഓ എന്തൊരു ഡോക്ടർ, ഇയാൾ എന്താ മണങ്ങൻ ഡോക്ടറാണോ? ഒരു റീൽസ് ക്രിയേറ്റ് അതൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണത്. എത്ര കുട്ടികൾ വരാറുണ്ട് എൻ്റെ അടുത്ത്, ഡോക്ടറെ ഞങ്ങളെ വീഡിയോ ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ. എന്തിനുപരി ഭിന്നശേഷി കുട്ടികൾ വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോസ് ഞങ്ങൾ കാണാറുണ്ട്. ഞാനിടുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ കണ്ടിരിക്കലാണ് അവർ, ഈ കുട്ടികളൊക്കെ. ഡെങ്കിപ്പനിയെക്കുറിച്ചും പൂച്ചപ്പനിയെക്കുറിച്ചും എലിപ്പനിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടിരിക്കില്ല. എല്ലാ ദിവസവും 2 മെഡിക്കൽ കണ്ടന്റ് ഞാൻ ഇടാറുണ്ട്. എന്തായാലും നിർബന്ധമായിട്ടൊന്ന് ഞാൻ ഇടാറുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ട് ഇടാറുള്ളത്. ആര് മരിച്ചാലും എന്നല്ല, സമയം കിട്ടുകയാണെങ്കിൽ. പലപ്പോഴും പലരും മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനുശോചനമായി അവർ ജീവിതത്തിൽ നമുക്ക് പാഠങ്ങളെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് വീഡിയോകൾ ചെയ്യാറില്ല എന്നല്ല, ഒരേ പാറ്റേണിൽ പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ പറഞ്ഞിട്ട്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സോഷ്യൽ വീടാണ്. കാരണം നമ്മൾ കൂടുതൽ ഈ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ രോഗികളെയും പരിശോധിച്ചാൽ നമ്മുടെ ജീവിതം പോകുന്നത്. പലർക്കും ഒരു ഉദാഹരണമുണ്ട്, ഡോക്ടർ ഫുള്ള് ടൂറ് പോയി നടക്കുകയാണ്. ഞാൻ എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ട് 10 വർഷമൊക്കെ ആയി. ഒരു 10-25 വർഷം മുമ്പാണ് ഞാനൊരു വിദേശയാത്ര നടത്തിയത്. കേരള സംസ്ഥാനം വിട്ട് ഈ 25 വർഷത്തിന് 2-3 പ്രാവശ്യം പോയത്. ബാക്കി സമയമൊക്കെ നമ്മൾ ഈ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ജോലി, വർക്കഹോളിക്. അതിനിടയിൽ, ഈ ജോലിക്കിടയിൽ ഒരു ചെറിയ പ്ലഷറുകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എവിടെ നിന്നാണ് കിട്ടുക? ഇത് വരുമാനത്തിന് വേണ്ടിയൊന്നല്ല.
എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫിൽ ഞാൻ പോസ്റ്റുകൾ ഇടുന്നത് വരുമാനത്തിന് വേണ്ടി അല്ല. വരുമാനം കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ല എൻ്റെ ഫേസ്ബുക്കിൻ്റെ ഞാൻ പറഞ്ഞില്ല മോണിറ്റൈസേഷൻ കട്ടായിട്ട് വർഷങ്ങളായി. ഞാനത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഇതുവരെ ശ്രമിച്ചിട്ട് പോലും. എന്നാലും എൻ്റെ പോസ്റ്റുകൾക്ക് എന്തെങ്കിലും കുറവ് വന്നോ? ഒരു കുറവും വന്നില്ല. ഒരു മനുഷ്യൻ എന്നാൽ അവർക്ക് ജീവിതത്തിൽ പലതരം കാപ്പബിലിറ്റീസും ഉണ്ടാവും. കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി, ഇന്ന് യൂട്യൂബ് വീഡിയോ ആയിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഒരു 5-ാം വയസ്സിലൊക്കെ അന്നേ ഞാൻ ഓരോ പുസ്തകങ്ങൾ എഴുതുമായിരുന്നു. എൻ്റെ തറവാട്ടിൻ്റെ മാവിൻ തോട്ടിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കലാലയം പോലെ സൃഷ്ടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുമായിരുന്നു? പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ മത്സരങ്ങളൊക്കെ നിൻ്റെ കൂടെയുള്ള കുട്ടികളുടെ നമ്മൾ തറവാട്ടിലെ മറ്റ് അംഗങ്ങളെയൊക്കെ വെച്ചിട്ട് ക്ലാസ്സുകൾ എടുത്തിട്ട് അവർക്ക് എന്താകുക, ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പുളിങ്ങയും മാങ്ങയും ഒക്കെ സമ്മാനമായി കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അന്ന് ഞാൻ എൻ്റെ ചോയ്മഠത്തിലെ ഇബ്രാഹിം ഖായിൻ്റെ കടയിലും മുഹമ്മദ് ഖായിൻ്റെ കടയിലും പോയി കഴിഞ്ഞാൽ മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഈ എന്താ പറയുക, എഴുതാനുള്ള പേപ്പറുകൾ ഉണ്ടല്ലോ, A4 പേപ്പർ ഇങ്ങനെ മടിക്കി തന്നിട്ടുണ്ടാകുക. ഒരു ഇളം പച്ച കളറിലൊക്കെ ഉണ്ടാവും. അത് എഴുതും. എന്നിട്ട് അതിലൊക്കെ പിന്നല്ല വെക്കുക, അത് നൂലുകൊണ്ട് തുന്നിയാണ് വെക്കുക. എന്നിട്ട് അവിടെ ഗ്രാമനിലാവ് എന്ന് പറഞ്ഞിട്ട് ഒരു കയ്യെഴുത്ത് വാരിക, അതിൽ ഞാൻ എഴുതുന്ന കാര്യങ്ങൾ, അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇംപെർഫെക്ഷൻ തന്നെ ആയിരുന്നു. എനിക്ക് മലയാളം കറക്റ്റ് അറിയില്ലായിരുന്നു, ഒരു അറബിക് വിദ്യ. എങ്കിലും എൻ്റെ പാഷനോട് അന്നേ ഞാൻ ഉറച്ചു നിന്നു. ആ പാഷൻ വളർന്ന് പന്തലിച്ച് അന്നൊരു 200 പേജ് ബുക്ക് എഴുതാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടില്ലായിരുന്നു. ഇന്നും അതേ സിസ്റ്റം, അതേ ഫോളോ, അത് മോഡേൺ ടെക്നോളജിയിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ അതേപോലെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ നമുക്ക് മനുഷ്യൻ തരുന്ന ചില അസറ്റുകളാണ്. ഇക്കിഗായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജപ്പാനീസ് ഭാഷയിൽ ഇക്കിഗായി എന്നാണ് പറയാം. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന സത്തുകൾ അതിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ 24 മണിക്കൂർ റീൽസിൽ ഞാൻ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുന്ന ആ കോമാളിത്തരമായി ജീവിക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇപ്പുറത്തെയും അപ്പുറത്തെയും എൻ്റെ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാത്തവർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊന്നും വലിയ ടൈം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഞാൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വരികയാണ്. 8:30 വരെ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞും ഒരു പേഷ്യൻ്റ് നോക്കി 8:35 ഞാൻ വന്നു. പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. മഴ ആയതുകൊണ്ട് ഗ്രീൻ സ്ക്രീൻ വെച്ചിട്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ എത്ര വീഡിയോ ഷൂട്ട് ചെയ്തു? 8 വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. കണ്ടോ? ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. 8 വിഷയങ്ങൾ. ഒന്ന് മ്യൂസിക് ഡേ ആണെന്ന്, യോഗാ ദിനത്തെക്കുറിച്ച് 2 വീഡിയോ ഉണ്ടാക്കി, ഇൻഷുറൻസിനെ കുറിച്ചിട്ട് 3 വീഡിയോ ഉണ്ടാക്കി, സോയാബീൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കി. മൊത്തം എണ്ണായല്ലോ. ഇതും അടുക്ക 8ാമത്തതായി. ഇപ്പോൾ എനിക്കൊരു പ്രശ്നമല്ല, ഒരു കൂളുവാണ്. ടെക്നോളജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ടെക്നോളജി യൂസ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. യോഗാ ദിനാണല്ലോ, യോഗയെക്കുറിച്ചുള്ളൊരു മാഗസിൻ എടുത്തു, അതിൽ നിന്നുള്ള കണ്ടൻസ് ChatGPT വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റഡി ചെയ്തു. പറഞ്ഞു മനസ്സിലായി? ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളുടെ മാപ്പ് വെച്ച് മറ്റു മനുഷ്യരെ വിലയിരുത്തുമ്പം, നമ്മളെ അവരിൽ കാണുമ്പം നമ്മൾ ചോദിക്കും, ഡോക്ടറെ നിങ്ങൾ ഇതിനായിട്ട് ജീവിക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ വളരെ സിമ്പിൾ ടാസ്ക്. ദിസ് ഈസ് സോ സിമ്പിൾ. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന അത്രയുള്ളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ എല്ലാവരോടും പറയാം. നിങ്ങളൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം പറയും. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടി വിധിച്ചവരല്ല. നിങ്ങളുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ ഇതൊക്കെ ഓർക്കാൻ ക്രിയേറ്റ് ചെയ്യണം. അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആക്കണം, അതൊരു എൻജോയ്മെൻ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ടാസ്കുകൾ വളരെ എളുപ്പമായിരിക്കും. കുറച്ച് മനസ്സ് വേദനിച്ചുകൊണ്ടാണ് കുറച്ച് വീഡിയോ നീണ്ടുപോയത്. ഓക്കെ, ബൈ.